ഉന്നതമായ ലക്ഷ്യങ്ങളുള്ള ഒരു പെൺകൊച്ചാണ് സിൽവി. 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനെ ഇപ്പോഴേ കെട്ടിക്കാനാണോ കാരണവന്മാരുടെ ആലോചന? അതെങ്ങാനും നടന്നാൽ സിൽവിയുടെ മനസ്സിലെ ആഗ്രഹം നടക്കാതെ പോകുമോ? പുല്ലരിയിൽ നാം പെടുത്ത പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയ നോവൽ നാം പെടുക്കുന്ന പ്രണയം ഓഡിയോ ആവിഷ്കാരം 14-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. കാപ്പി കുടി കഴിഞ്ഞ് പിന്നെ അവർ ഇരുന്നില്ല. ഏത് വീട്ടിലും സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാണല്ലോ അത്. ആ സമയത്ത് അവിടെ ഇരുന്ന് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവർ യാത്ര പറഞ്ഞു പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ അന്നമ്മ ചേട്ടത്തി ജിമ്മിയോട് വളരെ കാര്യമായി ചോദിച്ചു, അപ്പച്ചൻ പറഞ്ഞത് ശരിയല്ലേടാ? ഇനി നമുക്ക് ആലോചിച്ചു തുടങ്ങാൻ മേലെ? നമുക്ക് സ്വന്തമായി നല്ല ഒരു വീട് പോലുമില്ലല്ലോ അമ്മച്ചി. ഒരു നല്ല വീടും കൂടി വാങ്ങിയിട്ട് ഉത്തരവാദിത്വങ്ങളാകുന്നതാണ് നല്ലത്. ഇത്രനാളും നമ്മൾ കാത്തു നിന്നതല്ലേ? നാട്ടിലെ നമ്മുടെ സ്ഥലവും ആ ചെറിയ വീടും വിറ്റിട്ട് കിട്ടുന്നതും പിന്നെ നിനക്ക് കുറച്ചു തുക ലോണും കൂടി എടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുവിധം നല്ല ഒരു വീടും ചെറിയൊരു പറമ്പും കൂടി വാങ്ങാം. ചേട്ടത്തിയുടെ ചിന്തകൾ അല്പസമയത്തേക്ക് വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്നമ്മ ചേട്ടത്തിയുടെയും ജിമ്മിയുടെ അപ്പച്ചൻ്റെയും ചെറുപ്പകാലത്തിലേക്ക്. കോതമംഗലത്തിനടുത്ത് നെല്ലിമറ്റത്തായിരുന്നു അന്നമ്മയുടെയും കുഞ്ഞേപ്പച്ചൻ്റെയും വീടുകൾ. പുതുമണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന 2 വീടുകൾ. അധികം അടുത്തൊന്നുമല്ലായിരുന്നു അവരുടെ വീടുകൾ. പരസ്പരം നേരത്തെ പരിചയമില്ലായിരുന്നു താനും. ഒരു പള്ളിയിലായിരുന്നു ആവോ പോയിക്കൊണ്ടിരുന്നത്. അതൊന്നും അറിയാൻ മേല. പുൽത്തൈലം വാറ്റിയെടുക്കുന്ന ഇഞ്ചിപ്പുൽ കൃഷി കുഞ്ഞേപ്പച്ചൻ്റെ വീട്ടുകാർക്ക് വ്യാപകമായി ഉണ്ടായിരുന്നു. 5 ഏക്കറോളം സ്ഥലത്ത് അവർ ഇഞ്ചിപ്പുൽ കൃഷി ചെയ്തിരുന്നു. ഇഞ്ചിപ്പുല്ലിന് നെല്ലിമറ്റംകാർ പറയുന്ന പേര് തെരുവപ്പുല്ല് എന്നായിരുന്നു. അവരുടെ പറമ്പിൽ തെരുവ ചെത്താൻ കൂലിക്ക് പോയതാണ് അന്നമ്മ. തെരുവ ചെത്തിയെടുക്കണമെങ്കിൽ 1-2 ആളൊന്നും പോരാ. താനും കുഞ്ഞേപ്പച്ചനും പരിചയപ്പെട്ടത് തെരുവമലയിൽ വെച്ചാണ്. അന്ന് തനിക്ക് പണി തെരുവപ്പുല്ല് ചെത്തലായിരുന്നു. താൻ ചെത്തിക്കെട്ടി വയ്ക്കുന്നത് കുഞ്ഞേപ്പച്ചൻ ചുമന്നുകൊണ്ടു പോകും. എത്ര വലിയ കെട്ടും ചുമക്കാൻ കഴിയുന്ന ശക്തനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ജിമ്മിയുടെ അപ്പൻ കുഞ്ഞേപ്പച്ചൻ. പെണ്ണായി പിറന്നവരാരും ആ ശരീരം കണ്ടാൽ കൊതിയോടെ ഒന്ന് നോക്കും. ഒരു നോട്ടത്തിൽ തുടങ്ങിയതാണ് അന്നമ്മയും. പിന്നെ പിന്നെ ചിരിച്ചു, വർത്തമാനം പറഞ്ഞു. 2 മനസ്സുകളിലും താൽപ്പര്യമുടലെടുക്കുകയും ചെയ്തു. മലയിൽ നിന്നും തുടങ്ങിയ സ്നേഹം പിടീന്നു വളർന്നു. വീട്ടുകാരുടെ താൽപ്പര്യമില്ലാഞ്ഞിട്ടും കുഞ്ഞേപ്പച്ചൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു. കുഞ്ഞേപ്പച്ചൻ്റെ വീട്ടുകാർക്ക് അയാൾ ലേശം കൂടി ഏക്കമുള്ള വീട്ടിൽ നിന്നും പെണ്ണ് കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. വീട്ടുകാർ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന് ഒരേ നിർബന്ധം, അന്നമ്മ തന്നെ മതി, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നില്ലെന്ന് വരെ അങ്ങ് തീർത്തു പറഞ്ഞു. പിന്നെ വാശി പിടിച്ചിട്ട് എന്നതാ കാര്യം? അതുകൊണ്ട് അവർ സമ്മതിച്ചു തന്നെ കെട്ടിച്ചു കൊടുത്തു. വിവാഹശേഷം കുറച്ച് മാസങ്ങൾ മാത്രമേ അന്നമ്മയും കുഞ്ഞേപ്പച്ചനും അവരുടെ വീട്ടിൽ നിന്നുള്ളൂ. അപ്പോഴേക്കും ഒരു ചെറിയ വീടും സ്ഥലവും വാങ്ങി അങ്ങോട്ട് താമസം മാറി. അവിടെ നിന്നാണ് ജിമ്മി ഉണ്ടായത്. അതിനുശേഷമാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത്. ഒരു ദിവസം പോലും മിനക്കിടാതെ ഒരു പണിയല്ലെങ്കിൽ മറ്റൊരു പണിയെടുക്കുമായിരുന്നു കുഞ്ഞേപ്പച്ചൻ. തെരുവുമലയിൽ പണിയില്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കിട്ടുന്ന പണിക്ക് പോകും. കൂലിപ്പണിയാണെങ്കിലും ഒരു മടിയുമില്ല. ഒരു തടസ്സവുമില്ലാതെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. താൻ വല്ലാതെ ഭാഗ്യവതിയാണല്ലോ എന്ന് വിചാരിച്ചിരുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. കുഞ്ഞേപ്പച്ചൻ മരത്തിൽ നിന്ന് വീണു. നട്ടെല്ലിന് സാരമായ തകരാറ് പറ്റി. കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ. പിന്നെ പണിക്ക് പോകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ.
ജീവിത ചെലവിന് വക കണ്ടെത്താൻ വയ്യാതെ വന്നപ്പോൾ വീണ്ടും അന്നമ്മ പണിക്ക് പോയി തുടങ്ങി. നേരത്തെയും പോയിക്കൊണ്ടിരുന്നതായതുകൊണ്ട് ഒരു മടിയും തോന്നിയില്ല. ഓരോ സാഹചര്യത്തിനൊത്ത് വേണ്ടത് ചെയ്യണം. ഓരോ ദിവസവും അന്നമ്മ പണിക്ക് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ കുഞ്ഞേപ്പച്ചൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് കാണാം. എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യമൊന്നും മിണ്ടില്ല. നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ചെയ്യേണ്ടതും കൂടിയല്ലേ നീ ചെയ്യുന്നത്? അത് കഴിഞ്ഞു വന്നാൽ പിന്നെയും ഇവിടുത്തെ പണികളെല്ലാം നീ ചെയ്യണ്ടേ? എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം വരും. നിന്റെ കഷ്ടപ്പാടോർത്ത് കരഞ്ഞുപോയതാ. അപ്പോൾ അന്നമ്മയും കരയും, സമാധാനിപ്പിക്കാൻ പറയുകയും ചെയ്യും. ആരും അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചതൊന്നുമല്ലല്ലോ. ദൈവം തമ്പുരാൻ തരുന്നത് എന്തായാലും നമ്മൾ തള്ളിക്കളയരുത്. നല്ലതും ചീത്തയും എല്ലാം നമ്മൾ സ്വീകരിക്കണം. അതിന് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ജിമ്മി 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് കുഞ്ഞേപ്പച്ചൻ അവരെ വിട്ട് നിത്യസമ്മാനത്തിനായി പോയത്. അത്രയും കാലം വീട്ടിലൊരാളുണ്ട് എന്ന ധൈര്യം ഉണ്ടായിരുന്നു അന്നമ്മയ്ക്ക്. അതിനുശേഷം അതും ഇല്ലാതെയായി. പിന്നെ അന്നമ്മച്ചേടത്തിയുടെ ഏക ലക്ഷ്യം മകനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു. അകലെ പോയി നിന്ന് പഠിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ജിമ്മി ഇക്കണോമിക്സ് ഡിഗ്രിക്ക് പഠിച്ചത്. അതാകുമ്പോൾ പാരലൽ കോളേജിൽ പഠിക്കാൻ കഴിയും. എന്നാലും അവൻ വാശിക്ക് പഠിച്ചു. നല്ല മാർക്കോടെ ഡിഗ്രി ജയിച്ചു. സർവേയും കൂടി പഠിച്ചു കഴിഞ്ഞ് അധികകാലം കഴിയാതെ തന്നെ വില്ലേജിൽ ജോലി കിട്ടുകയും ചെയ്തു. കുഞ്ഞേപ്പച്ചൻ്റെ ആഗ്രഹം ഒരുവിധം സാധിക്കാൻ തനിക്ക് കഴിഞ്ഞു. മകനെ ഉദ്യോഗസ്ഥനാക്കണമെന്ന് ഇച്ചായന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെയും വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരാഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞു. ആ വീട് പുതുക്കി പണിത് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വീടും 50 സെൻറ്റ് സ്ഥലവും വിറ്റാൽ ഇന്ന് നല്ലൊരു തുക കിട്ടും. പുതിയൊരു വീട് വാങ്ങാൻ അത് മതിയാകും. അതാണ് താൻ ആലോചിച്ചത്. അന്ന് അന്നമ്മച്ചേടത്തി കാര്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. കുരിശു വരയ്ക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും സങ്കടഭാവമായിരുന്നു. അന്ന് ജിമ്മിക്ക് ഭക്ഷണം കൊടുത്തതല്ലാതെ ചേടത്തി ഭക്ഷണം കഴിച്ചില്ല. കാരണം ജിമ്മിക്ക് ഏകദേശം പിടി കിട്ടി. ചാച്ചൻ്റെ കാര്യം ഓർക്കുമ്പോൾ ആ ദിവസം മുഴുവൻ അമ്മച്ചിക്ക് സങ്കടമായിരിക്കും. ഭക്ഷണം കഴിക്കുകയുമില്ല. പലപ്പോഴും കണ്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ചോദിക്കാതെ തന്നെ ജിമ്മിക്ക് കാര്യം മനസ്സിലാകും. പാവം, സങ്കടപ്പെടട്ടെ, അല്ലാതെ എന്തു ചെയ്യാൻ കഴിയും? താനായിട്ട് ഇനി ഈ കണ്ണ് നിറഞ്ഞു വരാൻ ഇടവരുത്തില്ലെന്ന് ജിമ്മി തീർച്ചയാക്കിയതാണ്. ജീവിതത്തിൽ സഹിക്കാവുന്നതിനപ്പുറം സഹിച്ചതാണ്. കഷ്ടപ്പെടാവുന്നതിലപ്പുറം കഷ്ടപ്പെട്ടതുമാണ്. ഇനിയെങ്കിലും അമ്മച്ചിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എങ്കിലേ തനിക്ക് വേണ്ടി എരിഞ്ഞു തീർന്ന ആ ജീവിതം സന്തോഷകരമായി അവസാനിക്കുകയുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങൾ ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. നായ്ക്കയം ഭാഗത്ത് കുടിയേറ്റമുണ്ടായി. കുറേ ആളുകൾ വലിയ വലിയ തെങ്ങുകളും വാഴകളും എല്ലാം കൊണ്ടുവന്ന് നട്ട് സ്ഥലം സ്വന്തമാക്കാൻ പരിശ്രമിച്ചു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാട് വെട്ടിത്തെളിച്ച് വീടുകളും ഉണ്ടാക്കി. വനത്തിനോടടുത്ത പ്രദേശമായതുകൊണ്ട് മഴക്കാലത്ത് അവിടേക്ക് ആരും തന്നെ പോയതുമില്ല. അതുകൊണ്ട് വിവരം പെട്ടെന്നൊന്നും ആരും അറിഞ്ഞില്ല. മഴ കഴിഞ്ഞപ്പോഴേക്കും ധാരാളം ആളുകൾ അവിടെ താമസം തുടങ്ങി. അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ നിന്നും ചോദിച്ചു. അത് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ജിമ്മിയും ഓഫീസിലുള്ള മറ്റുള്ളവരും. പല തവണ അവർ സ്ഥലം സന്ദർശിച്ചു. കുടിയേറ്റക്കാരെയൊക്കെ കണ്ടു. അവരുടെ വീട്, കൃഷിരീതി മുതലായ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വിശദമായി എഴുതി. അവർക്ക് മുൻപ് സ്ഥലമുണ്ടായിരുന്നോ എന്ന കാര്യം അന്വേഷിച്ചു, രേഖപ്പെടുത്തി. തൃപ്തികരമായ രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഓഫീസർക്ക് സമർപ്പിച്ചു. കുടിയേറി പാർത്തവരിൽ പലരും സ്വന്തമായി സ്ഥലമുള്ളവരും ഉള്ള സ്ഥലം തന്നെ വിറ്റ് പണം എവിടെയൊക്കെയോ സൂക്ഷിച്ചു വച്ചിരിക്കുന്നവരുമാണ്. വളരെ ചുരുക്കം ചിലർ അർഹതപ്പെട്ടവരുമുണ്ട്. അർഹതപ്പെട്ടതും
അർഹതപ്പെടാത്തതും തിരിച്ച് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ആ ബുദ്ധിമുട്ട് സഹിച്ച് അർഹതപ്പെട്ടവരെ കണ്ടുപിടിക്കുകയും വേണം. വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയ കുറച്ചു പേർക്ക് പട്ടയം കൊടുക്കാനുള്ള പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ അനുഭാവപൂർവ്വം പരിഗണിക്കാനും ഇപ്പോൾ കുടിയേറിയവരെ വേണ്ടി വന്നാൽ ഒഴിവാക്കാനുമായിരുന്നു തീരുമാനം. അർഹതയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അത് സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതും ജിമ്മിയും റോസിയും മറ്റുള്ളവരെല്ലാം ചേർന്ന് തയ്യാറാക്കി. വിശ്രമമില്ലാതെ കുറേ ദിവസത്തെ കഠിനമായ അധ്വാനമായിരുന്നതുകൊണ്ട് അമ്മയോട് പോലും കുറച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ എപ്പോഴെങ്കിലും വീട്ടിൽ ചെല്ലും, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും, രാവിലെ തന്നെ പോകും. ഇതായിരുന്നു ജിമ്മിയുടെ റൂട്ടീൻ. പട്ടയം കിട്ടാൻ അർഹതയുള്ള 21 പേരുടെ വിശദമായ വിവരങ്ങൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു. അതിനെ സംബന്ധിക്കുന്ന ചില്ലറ സംശയങ്ങൾ കൂടി തീർത്തു കൊടുത്തതോടെ ആ പണി തീർന്നു. ദിവസങ്ങളായി കെട്ടിക്കിടന്ന മറ്റു പണികളിലേക്കും ഫയലുകളിലേക്കും ശ്രദ്ധ തിരിഞ്ഞത് അതിനുശേഷമാണ്. നന്നായി അധ്വാനിച്ചതുകൊണ്ട് 1 മാസത്തിനുള്ളിൽ കൂടുതലായി വന്ന ഡ്യൂട്ടികളും നിലവിലുണ്ടായിരുന്നതും തീർത്തു. ഫയലുകളെല്ലാം ക്ലിയറാക്കാൻ കഴിഞ്ഞു. ജിമ്മി സാറേ, ഫയലുകളൊക്കെ ഒരുവിധം ശരിയായോ? സാറിനെ കണ്ടിട്ട് തന്നെ കുറേ ദിവസമായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ മാഡം, ഓടാനുള്ളത് ഓടിയല്ലേ പറ്റൂ. ഇനി കുറച്ച് സമാധാനമാകും എന്ന് തോന്നുന്നു. മിക്കവാറും സമാധാനമാകും. കാരണം ഇലക്ഷൻ ഉടൻ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസത്തേക്ക് വിശ്രമമെന്നത് നമുക്ക് കേട്ടുകേൾവി പോലും ഉണ്ടായിരിക്കില്ല. അതിന് മുമ്പ് 2 ലീവ് എടുത്ത് വിശ്രമിച്ചാൽ അത്രയുമായി. ലീവ് എടുത്താൽ ശരിയാകില്ല മാഡം. എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് തീർത്തു വയ്ക്കണം. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അന്നേരത്തേക്ക്. മാഡം ലീവ് എടുക്കുന്നുണ്ടോ? എന്തായാലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് റോസി മാഡം ഒരാഴ്ച ലീവ് എടുത്തു. ആ ഭാരവും കൂടി ജിമ്മിക്ക് വന്നു ചേർന്നു. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും ജിമ്മി വരാറില്ല. മിക്കവാറും രാവിലെ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് പോകും. അത് പറയാൻ തുടങ്ങുമ്പോൾ അന്നമ്മ ഉടക്കും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോഴേ എനിക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റുകയുള്ളൂ. അമ്മച്ചി നോക്കിയിരിക്കേണ്ട. സാധാരണ വരുന്ന സമയമായിട്ട് വന്നില്ലെങ്കിൽ കഴിച്ചോളൂ. പട്ടിണി ഇരിക്കുന്നത് എന്തിനാണ്? അന്നമ്മ ദേഷ്യപ്പെടും. മാത്രവുമല്ല പട്ടിണി ഇരിക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണ് എന്നാണ് അന്നമ്മ ചേർത്തി പറയുന്നത്. അത് ശരിയായിരിക്കും. പ്രായമായ ആളല്ലേ. സിൽവിക്ക് 1-2 പാഠങ്ങൾ സംശയമുണ്ടായിരുന്നു. അത് ചോദിക്കാൻ പോകണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. ഇന്ന് കണ്ട് വിവരം പറഞ്ഞപ്പോൾ അന്നമ്മ ചേട്ടത്തി പറഞ്ഞു, എൻ്റെ കൊച്ചെ, ഇപ്പോൾ മിക്കവാറും ദിവസം അവൻ വരുമ്പോൾ പാതിരാത്രിയൊക്കെ ആകും. ഒരു രക്ഷയും കാണില്ല. ഏതായാലും കുറച്ച് ദിവസം കഴിയട്ടെ. പരീക്ഷയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും പറഞ്ഞു തരാൻ അവനോട് പറയാം. അത് മതി അമ്മച്ചി, ബുദ്ധിമുട്ടിക്കേണ്ട. സമയമുള്ളപ്പോൾ മതി. അടുത്ത പരീക്ഷയാകുമ്പോഴേക്കും മതിയല്ലോ. സാറിനോട് ഇപ്പോൾ പറയുകയേ വേണ്ട. തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞു. പോളിംഗ് ഏജൻറ്റുമാരുടെ നിയമനം, അവർക്കുള്ള ട്രെയിനിങ്, അങ്ങനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നും ചെയ്യേണ്ടതുണ്ട്. വില്ലേജിലെ ഉദ്യോഗസ്ഥർക്ക് അധികാരങ്ങളും വളരെയധികമുണ്ട്. പോളിംഗ് ബൂത്തുകൾ കണ്ടുപിടിക്കൽ, അവിടെ പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കൽ എന്ന് തുടങ്ങി റൂട്ട് തീരുമാനിക്കൽ വരെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ പരിധിയിൽപ്പെട്ടു. ജിമ്മിക്ക് ട്രെയിനിങ് ആയിരുന്നു പ്രധാനമായും നടത്തേണ്ടിയിരുന്നത്. പോളിംഗ് ഓഫീസർമാരുടെ ട്രെയിനിങ് നൽകുകയാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞായറാഴ്ചകളിലും പോകേണ്ടതായി വന്നിരുന്നു. സാധാരണഗതിയിൽ സിൽവിക്ക് അവളുടെ സാറിനെ പള്ളിയിൽ വെച്ചെങ്കിലും ഒന്ന് കാണാമായിരുന്നു. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു. വീട്ടിൽ ചെന്നാലും കാണില്ല, പള്ളിയിൽ നിന്നും കാണില്ല. അങ്ങനെ അവളാകെ വിഷമത്തിലായി. അപ്പോഴും അവൾ സമാധാനിച്ചു. എൻ്റെ സാറിൻ്റെ തിരക്കുകൊണ്ടല്ലേ. തിരക്കൊക്കെ കഴിയട്ടെ, എനിക്ക് കാണാൻ കിട്ടുമല്ലോ. പഠിക്കാൻ പോയിരിക്കുമ്പോഴെങ്കിലും കാണാൻ പറ്റുമല്ലോ.
അടുത്തു വന്ന ഞായറാഴ്ച ഡോമിനിയും കുടുംബവും പെങ്ങളെയും കുടുംബത്തെയും സന്ദർശിക്കാൻ വന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് പോന്ന അവർ ഉച്ചയ്ക്ക് മുമ്പായി അപ്പച്ചൻ ചേട്ടൻ്റെ വീട്ടിലെത്തി. ആങ്ങളയും നാത്തൂനും വന്നതിൻ്റെ സന്തോഷവും നെകളവും സാറാമ്മയിൽ പ്രത്യേകം കാണാനുണ്ടായിരുന്നു. പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ കൂട്ടം കറികൾ ഉണ്ടാക്കി. ഉച്ചയ്ക്കത്തെ ഊണ് ഗംഭീരമായി കൊടുത്തു. സിൽവിയെയും അടങ്ങിയിരിക്കാൻ സമ്മതിച്ചില്ല. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അവളെയും കൂട്ടി. നല്ല പണിയായിരുന്നു പെണ്ണിന്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോമിനി ചോദിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു മാമൻ്റെ അടുത്തു നിന്നും ഉണ്ടായത്. അളിയാ, നമുക്ക് ഈ പെണ്ണിന് കല്യാണം ആലോചിക്കാൻ സമയമായില്ലേ? ഇവളെ കെട്ടിക്കണ്ടേ? കെട്ടിക്കണം. പിന്നെ സന്യാസത്തിന് വിടാൻ പറ്റുമോ? പിന്നെ അവളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. സാറാമ്മയുടെ കല്യാണകാലത്ത് അവളോട് അഭിപ്രായം ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് പിള്ളേരുടെ അഭിപ്രായം ചോദിക്കാതെ ഒന്നും പറ്റില്ല. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ വളരെ അറിയുന്ന പയ്യനാണ്. നല്ല ജോലിയുമുണ്ട്. താല്പര്യമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അത് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ചോറും എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് സിൽവി ഇതിൻ്റെ ഒരു ഭാഗം കേട്ടത്. ഇവരെന്നാത്തിൻ്റെ പുറപ്പാടാണോ ആവൂ. ഏതായാലും ചാച്ചനല്ലേ, എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. അതുമാത്രമായിരുന്നു ഒരു സമാധാനം. നീങ്ങ് വന്നേ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. അപ്പച്ചൻ ചേട്ടൻ സിൽവിയെ വിളിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ പറയും, എന്തു പറയും? അന്നേരം വേണ്ടത് തോന്നിക്കണേ എന്ന പ്രാർത്ഥനയോടെ സിൽവി അവരുടെ അടുത്തേക്ക് നടന്നു. എന്നതായിരിക്കും ചോദിക്കാൻ പോകുന്നത്? അവൾ എന്തായിരിക്കും അതിന് മറുപടി പറയാൻ പോകുന്നത്? അടുത്ത ഭാഗത്തിൽ നമുക്കറിയാം കേട്ടോ. കഴിവിൻ്റെ പരമാവധി നന്നാക്കി ചെയ്യാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടേ. എന്നാലും കുറവുകളൊക്കെ കാണുമായിരിക്കും. നിങ്ങളത് ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിലൊന്ന് കുറിച്ചിട്ടേക്കണേ. നിർദ്ദേശങ്ങളും അതുപോലെ സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.